It's been about a month and 20 days, and we go around and around and play silly games. Now you say you slow it down, not right now. Then you wink at me and walk away. ये क्या किया मैं बेताब हो गया. Hold on, don't go. तेरे बिना मुझे नहीं जीना. क्या यही प्यार है? बन जाओ तुम मेरे सनम. कैसे हुआ दिल खो गया. बन जाओ तुम मेरे सनम. कैसे हुआ दिल खो गया. Marina was a double Saturday. You're acting like a diva, say you don't wanna play. It's gotta be a feisty style, raise that pride. I love the way you look at me that way. Now when you order a mojito at the bar, replaying a lip because it came up from the glass. The DJ play your favorite song all day long. Now you're beckoning for me to dance. ये क्या किया मैं बेताब हो गया. Hold on, don't go. तेरे बिना मुझे नहीं जीना. क्या यही प्यार है? बन जाओ तुम मेरे सनम. कैसे हुआ दिल खो गया. बन जाओ तुम मेरे सनम. कैसे हुआ दिल खो गया. എനിക്കറിയായിരുന്നു നീ എന്റെ അടുത്ത് തന്നെ വരുന്ന്. കാരണം ഞാൻ അവന്റെ അടുത്ത് പോയാലും തന്റെ അടുത്ത് വന്നാലും എത്തിച്ചേരുന്നത് ഒരാളടുത്ത് തന്നെയാ, അല്ലേ മിസ്റ്റർ അർജുൻ? അപ്പൊ എന്റെ പെണ്ണ് അവസാനം കണ്ടുപിടിച്ചു കൊച്ചു കള്ളി. കണ്ടുപിടിക്കാതെ എന്നാലും തനിക്കിതിനുള്ളത് ഞാൻ വീട്ടിലെത്തിയിട്ട് തരുന്നുണ്ട്. നോക്കിക്കോ, എന്നെ ഇട്ട് വട്ടം കളിപ്പിച്ചതിന്. ഓക്കെ മൈ ബേബി, ബട്ട് നൗ എനിക്കിപ്പോ വേണ്ടത് ഞാൻ എടുത്തോട്ടെ. ഓക്കെ? എന്നെ തൊട്ടു പോകരുത്. ഒന്ന് പോകണേ. എന്ന് വാ. എന്താ ഇത്? പബ്ലിക്കാണിത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് നിങ്ങൾ കാണാൻ കാത്തിരുന്ന എന്റെ വൈഫ് പൂജ മാത്യു. താൻ എന്റെ കൂടെ വാ, മീഡിയാസിനെ കാണണം. ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തതല്ലേ, ഈ റോവാന്റെ പെണ്ണിനെ അവരൊക്കെ ഒന്ന് കാണട്ടെ. വാ. Sir, this is true. Are you really married? Definitely, I'm married now. So, this is your missus. When was your marriage? Yeah, she's my wife, Pooja Matthew. And our wedding, I think a week ago. A week ago? But it not revealed that day. Why, sir? Nothing. Everything happened suddenly, so that's it. Sir, love marriage or arranged? I choose first one. Wow. Sir, how long has the relationship been? Almost 5 years. Madam, why don't you respond to anything? You didn't ask me anything, and my husband clearly replies to everything. Am I right? Then it's over. No more questions. I think almost all questions are clear. And thank you all. Pooja, come. മക്കള് വന്നോ? ക്ഷീണിച്ചു കാണും അല്ലേ? അപ്പാപ്പനറിയാം. പിന്നെ ഞാനിപ്പോ തന്നെ വിളിപ്പിച്ചത് എന്തിനാ വെച്ചാ നാളെ രാവിലെ അങ്ങ് ഞങ്ങള് പോവും.
അതെന്താ അപ്പാപ്പ പെട്ടെന്ന് അങ്ങ് പോണേ? എന്തു പറ്റി? എന്റെ ചെക്കപ്പിന് പോണം, ഡോക്ടർ വിളിച്ചിരുന്നു. അതിന് നാളെ തന്നെ പോണോ അപ്പാപ്പ? പോണം മോളെ, അത് മുടക്കാൻ പറ്റത്തില്ല. സോ നാളെ വെളുപ്പിന് ഞങ്ങൾ അങ്ങ് പോവും. ആരൊക്കെയാ പോകുന്നേ? ജനിമോളൊക്കെ ഞങ്ങളെ 3 പേരും പോവും. പിന്നെ എടാ, നിങ്ങളെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ കഴിഞ്ഞതാണെന്ന് എനിക്കറിയാം. അപ്പാപ്പന്റെ ആഗ്രഹം അറിയാലോ നിങ്ങൾക്ക്. എത്രയും പെട്ടെന്ന് കൊച്ചുമക്കളെ തന്നേക്കണേടാ. ഇനി ആ ഒരു ഇതേ എനിക്കുള്ളൂ. അപ്പാപ്പൻ ചെല്ല്, നാളെ പോവാനുള്ളതല്ലേ. നിങ്ങളും ചെല്ല്, ഞങ്ങള് രാവിലെ അങ്ങ് പോവും. ആ സമയം ഇനി നിങ്ങൾ രണ്ടും എണീറ്റ് ബുദ്ധിമുട്ടണ്ട. നല്ല ക്ഷീണം കാണും, ഇന്ന് ഒരുപാട് ടയേർഡ് ആയതല്ലേ. ചെല്ല്. എന്താടോ താൻ വരുന്നില്ലേ കിടക്കാൻ? അത് നാളെ അവര് വെളുപ്പിന് പോവില്ല. അപ്പോ ആന്റി അങ്കിളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ആ ശരി. പിന്നെ ഇനി താൻ തന്റെ റൂമിലോട്ട് പോവണ്ട. തൊട്ട് 2 പേർക്കും എന്റെ റൂമിൽ കിടന്നാ മതി. ഓക്കെ? ഇത്ര നേരമായിട്ടും എന്താ അവളെ കാണാത്തെ? ഇതിന് മാത്രം എന്തോ സംസാരിക്കാനാ അവള് പോയത്? ഷീറ്റ്, എന്റെ ക്ഷമ പരീക്ഷിക്കരുത് പൂജ. ഓ, ഇനി അവള് കിടന്നു കാണോ? അവളുടെ റൂമിലോട്ടൊന്ന് പോയി നോക്കാം. ഓ, അപ്പൊ എന്നെ തപ്പി വരാനൊക്കെ അറിയാം അല്ലേ? ശരിയാക്കി തരാം. എന്റെ ഗസ്സിങ് തെറ്റിയില്ല, ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? പൂജ, എനിക്കറിയാം താൻ ഉറങ്ങിയിട്ടില്ലെന്ന്. എഴുന്നേൽക്ക് പൂജ. പൂജ, താൻ എന്തിനാ ഇവിടെ വന്ന് കിടന്ന്? ഞാൻ ഇവിടെയാ കിടക്കുന്നേ. അതെന്തിനാന്നാ ഞാൻ ചോദിച്ചേ. സൗകര്യം ഉണ്ടായിട്ട്. എന്താ? പറ്റില്ല, അവിടെ വന്ന് കിടക്ക്. വാ. ഇല്ല, ഞാൻ ഇവിടെയാ കിടക്കുന്നെന്ന് പറഞ്ഞില്ലേ. താൻ പൊക്കോ. പൂജ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നിന്നോടല്ല ഞാൻ പറഞ്ഞേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നിന്നെ ഞാൻ കാണിക്കുന്നതിനെ വിട്ട് എന്നെ വിടാനല്ല ഞാൻ പറഞ്ഞു. എന്നെ വിടാൻ. എന്നെ വിട്ടത്. മിണ്ടരുത്. നിന്നോട് ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞതല്ലേ. എന്റെ മമ്മി, എന്താടോ? എന്താ തനിക്ക് വേണ്ടേ? എന്താ എന്താ നിന്റെ ഉദ്ദേശം? അതാ എനിക്കും ചോദിക്കാനുള്ളത്. എന്തായിരുന്നു മോന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഉരുണ്ട് കളിക്കല്ലേ. താൻ ആരാണെന്നാ തന്റെ വിചാരം? എന്തിനു വേണ്ടിയാടോ എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തിയേ? എന്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ചേ, എന്നെ വട്ടുപിടിപ്പിച്ചേ? പറ, എല്ലാം അറിഞ്ഞിട്ടും എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയേ? പറയാണ്ട് തന്നെ ഞാൻ വിടില്ല. ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയാ. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? അർജുൻ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അർജുനല്ല, എഡ്വിൻ. ആരായാലും എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? എത്ര തവണ നിന്നോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴെങ്കിലും ഒരു വാക്ക് എന്നോട് പറഞ്ഞൂടായിരുന്നോ? പറ, എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തത്? അതൊക്കെ പോട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ആക്ടിങ്? സൂപ്പർ. സൽമാൻ ഖാൻ വരെ മാറി നിൽക്കുമല്ലോ. അമ്മാതിരി ആക്ട് അല്ലായിരുന്നു. അല്ലേലും എന്റെ മുന്നിൽ ആരും മാറി നിൽക്കും. നീ വിഷയം മാറ്റണ്ട അർജുൻ. പറയേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? എന്താ ഇപ്പൊ തന്നെ അറിയണോ? എന്നാ കേട്ടോ, എനിക്ക് പറയാൻ സൗകര്യമില്ല. സോറി. എനിക്ക് ദേഷ്യം വന്നാലേ ഞാൻ ഇങ്ങനെയാ പെരുമാറും. അത് നിനക്ക് അറിയാത്തതൊന്നുമല്ലല്ലോ. എന്തിനാ അർജുൻ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഈ 5 വർഷം നിന്നെ തെരഞ്ഞ് അടയുമായിരുന്നു ഞാൻ. നിനക്കറിയില്ല അതൊക്കെ. എന്തിനാണ്? എന്നിട്ട് എന്താ അവസാനം സംഭവിച്ചേ? അർജുന്റെ രൂപസാദൃശ്യമുള്ള എന്നെ കണ്ടപ്പോ നിനക്ക് എന്നോട് മുടിഞ്ഞ പ്രേമം അല്ലടി?
ഇതായിരുന്നു നിന്റെ പറയിപ്പിക്കണ്ട. എന്നിട്ട് ഞാനും അവനും ഒന്നാവാൻ വേണ്ടി പ്രാർത്ഥിച്ച് നടക്കുക അല്ലേ? നിനക്ക് എന്നെയും വേണം അവനെയും വേണം. ഐഡിയ കൊള്ളാം. രണ്ടും ഒന്നായ പിന്നെ പ്രശ്നമില്ലല്ലോ. അർജുൻ, നീ എന്താ? സ്റ്റോപ്പ് ഇറ്റ്. അർജുനല്ല, എഡ്വിൻ. എന്താ നീ ഇങ്ങനെ? ഇത്രയും ദിവസം ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഇപ്പൊ എന്താ നിന്റെ ടോണിനൊക്കെ ഒരു വ്യത്യാസം? എനിക്കറിയണം എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേന്ന്. എന്റെ അർജുൻ ഇങ്ങനെ എഡ്വിൻ ആയത് എന്തിനാ? ഇത്രയും കാലം എന്നെ ഒരു പൊട്ടിയാക്കിയത് എനിക്കെല്ലാം അറിയണം. അന്ന് 2 ദിവസത്തിനുള്ളിൽ വരാന്ന് പറഞ്ഞു പോയ നീ എവിടെയാന്ന് പോയത്? നിനക്ക് എന്താന്ന് സംഭവിച്ചത് എനിക്കറിയണം. പറയ്. സ്റ്റോപ്പ് ഇറ്റ്. അതേപ്പറ്റി ഒരു അക്ഷരം മിണ്ടി പോകരുത്. അർജുൻ, നിന്നോടല്ലടി പറഞ്ഞ് ഞാൻ അർജുനല്ല എഡ്വിനാന്ന്. നീ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ജീവിതത്തിലെ സ്നേഹിച്ച എന്റെ അർജുനാ നീ. ശരിയാ. ഇനിയുള്ളത് ശരിക്കും കേട്ടോ. നിന്നെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന അർജുനായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ അല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരേ ഒരാളാണ് നീ. അല്ല, നീ മാത്രമല്ല, നിന്റെ ഫാമിലിയും. അടങ്ങാത്ത പകയാ എനിക്ക്. എന്താ പറഞ്ഞേ? തനിക്കെന്നെ വെറുപ്പാണെന്നോ? അതിന് മാത്രം ഞാൻ എന്താ തന്നോട് ചെയ്തേ? പറ. എന്നോട് പകയാണെന്ന് പോലും. അതൊക്കെ പോട്ടെ, നീ എന്നോട് വെറുപ്പ് കാണിക്കുന്നതും പക വെക്കുന്നതും എന്താന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് പോലും കാണാത്ത എന്റെ വീട്ടുകാരോട് നിനക്കെന്താ ഇത്ര പകയും വെറുപ്പും? പറയ്. എന്റെ പൊന്നു ചിന്നു, നിനക്ക് ഒരു തേങ്ങയും അറിയില്ല. ശരിയാ, സമ്മതിച്ചു. എനിക്കൊന്നും അറിയില്ല. പറയേ, താൻ പറയേ. ഒച്ച വെക്കരുത്. അപ്പുറത്തൊക്കെ അപ്പാപ്പനും ആന്റിയൊക്കെ ഉള്ളതാ. സൗണ്ട് കുറച്ചോ. പിന്നെ നീ ഇങ്ങനെ കിടന്ന് തിളക്കാതടി. സമയാവുമ്പോ എല്ലാം ഞാൻ പതുക്കെ പതുക്കെ അറിയിച്ചു തരാം. അതറിയാണ്ട് നീ ഇവിടുന്ന് പോവില്ല. ഓ സോറി, ഇവിടുന്ന് എന്തായാലും നിനക്കൊരു തിരിച്ചുപോക്കില്ല. എനിക്കറിയാം, താനിന്ന് ഞാൻ തന്നെയാ നിന്റെ അർജുനെന്ന് അറിഞ്ഞപ്പോ എന്റെ കൂടെ സന്തോഷത്തോടെ സുഖിച്ച് ജീവിക്കാന്ന് മനക്കോട്ട കെട്ടിക്കാണും അല്ലേ? അവിടുന്ന് തന്നെയാടി എന്റെ തുടക്കം. അപ്പൊ മോളെ, നീ ഇന്ന് തൊട്ട് അനുഭവിക്കാൻ പോവുക. കരഞ്ഞു തീരും നിന്റെ ഈ ജന്മം. പിന്നെ വേറൊരു കാര്യം ഓർമ്മയുണ്ടോ മോക്ക്? നമുക്കിടയിൽ ഒരു ബെറ്റ്. നീ തന്നെയാ അതൊക്കെ വെച്ചേ. ആര് അർജുനെ തന്റെ മുന്നിലെത്തിക്കുന്നോ അവര് പറയുന്ന പോലെ ആവും അല്ലേ? ഇപ്പൊ ആ ബെറ്റിൽ ഞാൻ ജയിച്ച്. ഓ, ഇപ്പോഴാ മനസ്സിലായത്. ആ ബെറ്റിൽ ജയിക്കാൻ വേണ്ടിയുള്ള നാടകമായിരുന്നു അല്ലേ തന്റെ ആ സ്നേഹപ്രകടനൊക്കെ? ആ, അങ്ങനെ വേണേൽ അങ്ങനെ നീ കൂട്ടിക്കോ. എനിക്കൊരു ചുക്കുമില്ല. ഇനിയും എനിക്ക് ആ മുഖംമൂടി വെച്ച് നടക്കണ്ടല്ലോ. ഹോ, ഇത്രയും ദിവസം നിന്റെ മുന്നിൽ എന്റെ മനസ്സിനെ ഞാൻ പിടിച്ചു വെച്ചേക്കായിരുന്നു. ഇപ്പോഴാ എനിക്കൊന്ന് ശ്വാസം നേരെ വിടാൻ പറ്റിയേ. എനിക്ക് ഞാനായിട്ട് നിൽക്കാനേ കഴിയുള്ളൂ. ഇനി നീ പഴയ എഡ്വിനെ കാണാൻ പോവാ. അപ്പോ താനെന്നെ എന്ത് ചെയ്യാൻ പോവാ? എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ നിന്നെ ചെയ്യും. നീ നോക്കിക്കോ. അങ്ങനെ ചെയ്യാൻ താനാണ് ആ ബെറ്റിൽ ജയിച്ചതെന്ന് ആര് പറഞ്ഞു? ഇയാള് മാത്രം പറഞ്ഞാ മതിയോ? അതെന്താ മോളെ അങ്ങനെ ഒരു ടോക്ക്? ഞാനാണ് അർജുനെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് ഞാൻ റിവീൽ ചെയ്യാണ്ട് നീ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? ഈ ബെറ്റിൽ ജയിച്ചത് ഞാൻ തന്നെയാ. എന്താ നിന്റെ മുഖത്തൊരു ചിരി? അയ്യോ, എന്ത് പറ്റി? എന്റെ ചിരി ഇഷ്ടായില്ലേ? ഓ സോറി. ഓ, ഇപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. എന്റെ ഇച്ചാനെ ഞാൻ കരഞ്ഞു കാണുന്നതല്ലേ ഇഷ്ടം. സോറി ട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പൊ എന്റെ കണ്ണിന്ന് വെള്ളം വരുന്നില്ല. അല്ലെങ്കിലും ആവശ്യമുള്ള സമയത്ത് ഈ കണ്ണിന്ന് വെള്ളം വരത്തില്ലേ? പിന്നെ എനിക്കറിയാം ഇപ്പൊ ആകെ കിളി പോയി ഇരിക്കാണെന്ന് അല്ലേ?
കുറച്ച് കിളി പാറട്ടെ, പക്ഷെ പേടിക്കണ്ട കേട്ടോ. ഇച്ചാനെ പോലെ ഞാൻ ലാഗ് അടിപ്പിക്കില്ല. ആ സമയാവുമ്പോ ഞാനത് പറയും. എന്റെ സമയമായി. ഈ ഒരു സമയത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നേ. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? കുറെ നേരമായല്ലോ. പറയാനുള്ളത് എന്താന്ന് വെച്ചാ മര്യാദക്ക് പറ. എന്നെ ഇട്ട് വട്ട് പിടിപ്പിക്കരുത്. ചേട്ടാ എന്തുവാ ഇച്ചായത്? അപ്പോത്തിന് വട്ടൊക്കെ പിടിച്ചോ? അപ്പൊ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നെ എത്രത്തോളം ഇട്ട് വട്ടം കളിപ്പിച്ചുകൊണ്ടു. സാരല്ല, പോട്ടെ. എന്തായാലും ഞാൻ പറയാം. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ? എന്നെ പൊട്ടിയാക്കാന്നോ? എന്തായാലും നിങ്ങൾ പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് താനാണ് എന്റെ അർജുനെന്ന്. അതെങ്ങനെയാണെന്ന് കേട്ടോ. ഞാൻ അന്ന് എന്റെ വീട്ടിൽ നിന്ന് ചാടിയ ദിവസമില്ല, ചാടിയ ദിവസമല്ല, വീട്ടിൽ നിന്ന് സമ്മതം ചോദിച്ചു വന്ന ദിവസം, എന്റെ മനസ്സമ്മതം കഴിഞ്ഞിട്ട് അന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നമ്മൾ എവിടെ വെച്ചാ കണ്ടത്? ഒരു ക്ലബിൽ വെച്ചാ നമ്മൾ അന്ന് ആദ്യമായിട്ട് കാണുന്നേ. അന്ന് താനാണ് എന്റെ അർജുനെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചതാ. പിന്നെ തന്റെ ഇങ്ങോട്ടുള്ള ബിഹേവിയർ ഒക്കെ കണ്ടപ്പോ ഞാൻ കരുതി ഇനി ആള് മാറിയതാവും. അങ്ങനെ അന്ന് രാത്രിയാണ് വേറൊരാളെ ഞാൻ കാണുന്നത്. എന്നെ രക്ഷിച്ചൊരു സ്ട്രേഞ്ചർ. ആളെ കണ്ടപ്പോഴും ഞാനൊന്ന് ഷോക്കായി. കാരണം എവിടെയോ കണ്ട് മറന്നൊരു ഫേസ് ആണ്. അതെനിക്ക് 100% ഉറപ്പായിരുന്നു. അങ്ങനെ ആലോചിച്ചെടുത്തപ്പോഴാ തന്റെ കൂടെയാ ഞാൻ അവന്റെ പിക്ക് കണ്ടത്. അതും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാ തോന്നുന്നു. തന്റെ ഫോണിൽ നിന്ന് രണ്ടാളുടെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. താൻ അതേപറ്റി പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. പിന്നെ വേറെ എവിടേക്കോ ഞാൻ കണ്ടിട്ടുണ്ട്, ആരുടെക്കയോ കൂടെ. അപ്പോ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ എന്റെ മനസ്സിൽ വന്നു. പിന്നെ അവനങ്ങ് വിളിച്ചപ്പോ ഞാൻ പിന്നെ പോയത് ഒരു സ്ട്രേഞ്ചർ വിളിച്ചാൽ കൂടെ പോവാൻ മാത്രം ഒരു മണ്ടിയല്ല ഞാൻ. അവനെ കണ്ടപ്പോ അതുകൊണ്ട് തന്നെയാ അവന്റെ കൂടെ കൂടിയാൽ എനിക്ക് അർജുന്റെ എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് കരുതിയിട്ടാ ഞാൻ പോയെ. അവിടെ ചെന്ന് നോക്കുമ്പോഴോ സാക്ഷാൽ എഡ്വിൻ മുന്നിൽ നിൽക്കുന്നു. പക്ഷെ ഞാൻ അപ്പോഴൊന്നും താൻ എന്റെ അർജുനാണെന്നൊന്നും കരുതിയിട്ടില്ല. കാരണം തന്റെ ഇങ്ങോട്ടുള്ള ബിഹേവിയർ അങ്ങനെയായിരുന്നല്ലോ. അപ്പൊ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴേ ഞാൻ തന്നോട് ഒരു ഹെൽപ്പ് ചോദിച്ചത് ഓർമ്മയുണ്ടോ? നാട്ടിൽ വന്ന് എന്നെ മിന്നി കെട്ടണം ഒരു ഡ്രാമ. അങ്ങനെ അത് രണ്ടു കൽപ്പിച്ച ഒരു പരീക്ഷണത്തിന് വേണ്ടി തന്നെയാ ഞാൻ പറഞ്ഞു. പിന്നെ താൻ അവസാന നിമിഷം വന്നു. പിന്നെ അവിടെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്നപ്പോ എനിക്ക് എന്തായാലും എന്റെ അർജുനെ കണ്ടെത്തിയേ പറ്റുള്ളൂ. അങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോഴാ ലെക്സി അവനേറ്റവും എന്തായാലും അർജുന്റെ കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാന്ന് ഞാൻ പറഞ്ഞില്ലേ. അവനോട് എന്റെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞു. അവൻ ചോദിച്ചപ്പോ വേണമെന്ന് വെച്ച് പറഞ്ഞൊന്നല്ല, അതൊന്നും വല്ല ഹിന്റും കിട്ടിയാലെന്നാ. ഓ തന്റെ ലെക്സി അപാര പുള്ളിയാട്ടോ. എന്തൊരു ആക്ടിങ്ങാ. എനിക്കറിയാം അവൻ ഇതൊക്കെ മുന്നേ അറിയാന്ന്. എങ്കിലും ഞാനതൊന്നും കാര്യമാക്കില്ല. ഞാൻ എന്റേതായിട്ടുള്ള വഴിക്ക് വീണ്ടും അന്വേഷണം തുടങ്ങി. എന്റെ ഫ്രണ്ട് റോയിനോട് പറഞ്ഞു. അവനോട് ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞത് അർജുനെ ആയിരുന്നില്ല, തന്നെയായിരുന്നു. കാരണം ഇതിന്റെ ഇടയില് താൻ എന്നോട് റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യണതെങ്കിലും എന്റെ അടുത്തോട്ട് ക്ലോസ് ആയി വരുമ്പോ എനിക്ക് എന്തൊക്കെയോ ഒരു ഫീലിങ്സ്. എനിക്ക് പേടിയായിരുന്നു ഇനി തന്നോട് എനിക്ക് ഫീലിങ്സ് വരുവാണോ. അതൊക്കെ ആകെ പേടിച്ച് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എനിക്ക് താൻ എന്റെ അർജുനാണെന്ന് അപ്പൊ തൊട്ട് സംശയങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ പിന്നെ അർജുനെ പറ്റി അന്വേഷിക്കുന്നതിലേറെ തന്നെ പറ്റി അന്വേഷിക്കുന്നതാ നല്ലതെന്ന് തോന്നി. ഞാൻ അവനോട് തന്നെ പറ്റി അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ അവന്റെ വഴിക്ക് അന്വേഷിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ പോട്ടെ, ഇതൊന്നുമല്ലല്ലോ മെയിൻ കാര്യം. എപ്പോഴാ ഞാൻ താൻ അർജുനാണെന്ന് അറിഞ്ഞതെന്നല്ലേ, അത് പറയാം. 2 ദിവസം മുന്നേ ഓർമ്മയില്ലേ, ഞാൻ തന്റെ ഷെൽഫ് തപ്പിക്കൊണ്ടിരിക്കുമ്പോ ഇടക്ക് വന്നു പോയി. ആ ദിവസം അങ്ങനെ അങ്ങേര് പോയി കിട്ടി. ഇനി സ്വസ്ഥമായിട്ടിരുന്ന് എല്ലാം നോക്കാലോ. ഇനി വരുമോ? വരത്തില്ല. എന്നാലും നോക്കാം. ഇതെന്താ? എന്തൊരു ഫോട്ടോ ആണ് തോന്നുന്നു. ഇതെന്താ ഈ കോലത്തിൽ? അപ്പൊ
അപ്പോ MBBS ആണ് പഠിച്ചത് അല്ലേ? ഇപ്പൊ എനിക്ക് ഏകദേശം ഉറപ്പായി. ഈ ഫോട്ടോ കണ്ടപ്പോ തന്നെ പകുതി ആശ്വാസമായി. ഇത് കുറെ ഫയലുണ്ടല്ലോ, ഇതൊക്കെ എന്താ? എന്തായാലാവട്ടെ, എനിക്കിതൊന്നും കാണണ്ട. എനിക്കിനി അവൻ പഠിച്ച കോളേജിന്റെ നെയിം മാത്രം കിട്ടിയാൽ മതി. അതും കൂടി ആയാല് എല്ലാം ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിരിക്കും. എന്റെ അർജുൻ അവൻ തന്നെയാവും ഇത്. എന്റെ മനസ്സിപ്പോഴും പറയുന്നുണ്ട്. കൊറേ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. ഇതെന്താ ഇത്? ഇതില് കൊടുത്ത നെയിം എന്താ? അവൻ പഠിച്ച കോളേജ്. ഈശോയെ, ഇത് സത്യമാണോ? എന്റെ മനസ്സിലുള്ളതൊക്കെ ഇപ്പൊ സത്യമായിരുന്നു. ബാംഗ്ലൂർ സെന്റ് ജോൺസ് കോളേജ് എന്നാണല്ലോ അവൻ ഗ്രാജുവേഷൻ നേടിയിട്ടുള്ളത്. അപ്പൊ ഇത് സത്യ? ഞാൻ ഇത്രയും കാലം ഞാൻ കാണുന്നതൊക്കെ എന്താ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്റെ മനസ്സ് അപ്പോഴേ പറയുന്നുണ്ടായിരുന്നു എന്റെ അർജുൻ ഇവനാവുന്നു. അപ്പൊ ഇത് സത്യമായിരുന്നു അല്ലേ? ഇവൻ പഠിച്ചത് എന്റെ കോളേജിൽ തന്നെയാ. എനിക്കിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തമില്ല. റോയി ഒന്ന് വിളിച്ചാലോ? താങ്ക് യു കർത്താവേ, താങ്ക് യു സോ മച്ച്. ഞാനിപ്പോ എത്ര സന്തോഷത്തിലാന്ന് എനിക്ക് പോലും അറിയില്ല. ഇത്രയും ദിവസം ഞാൻ തേടിക്കൊണ്ടിരുന്ന ഉത്തരം കിട്ടിയപ്പോ എനിക്കറിയില്ല. എന്റെ അർജുൻ, എനിക്ക് ഉറപ്പാ അവൻ തന്നെയാ എന്റെ അർജുൻ. എനിക്കവനെ ഇപ്പൊ കാണണം. അവനോട് ചോദിക്കണം എല്ലാം. എന്റെ അർജുൻ അല്ല, ഇനി ഒരു പക്ഷെ ഇത് അവന്റെ വല്ല കളിയാണെങ്കിലോ? അവൻ സർട്ടിഫിക്കറ്റ് ഒക്കെ എങ്ങനെയാ റൂമിൽ കൊണ്ടുവെക്കുന്നേ? അങ്ങനെ വല്ല ആവോ? ഞാൻ നോക്കാൻ വേണ്ടിട്ട് അങ്ങനെ വല്ലതും ചെയ്യോ? ഇല്ല. എന്നാലും ഇവനൊക്കെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനൊക്കെ എളുപ്പാ. അർജുൻ അല്ല, ഇവൻ തന്നെയാ. നീ എന്തിനാ ചിന്ത ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ ആലോചിക്കുന്നേ? ഇവൻ തന്നെയാ. കണ്ടില്ല, ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒറിജിനലാ. എന്നാലും അവനാണ് എന്റെ അർജുനെങ്കിൽ പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ? അവന്റെ പ്ലാനിങ് ഒക്കെ എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവൻ എന്താ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളേ? എന്തായാലും റോയി ഒന്ന് വിളിക്കാം. അവന്റെ ഫോണിലോട്ട് പോകുന്നില്ലല്ലോ. എന്താ ഇത്? സാരമില്ല. എന്തായാലും ഈ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ തന്നെയാ. അവൻ തന്നെയാ എന്റെ അർജുൻ. അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഉറപ്പാ. കണ്ടുപിടിക്കണം. എന്താണ് സൺഡേ പ്ലാൻ ചെയ്തിട്ടുള്ളത്? എല്ലാം അവന്റെ വഴിക്ക് തന്നെ വിടാ. എനിക്കറിയണം എന്താ ഉദ്ദേശം എന്ന്. ഇത്രയും കാലം നീ എന്റെ മുന്നിൽ അഭിനയിച്ചില്ലേ? ഇനി നീ കണ്ട മോനെ, നീ എന്റെ അഭിനയം കാണാൻ പോകുന്നുള്ളൂ. യെസ്, അന്ന് തന്റെ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിൽ കിട്ടി. അപ്പൊ തന്നെ എനിക്ക് കൺഫേം നീ തന്നെയാ അർജുൻ. പിന്നെ ഉള്ളിലൊരു സംശയം, എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നേ? നീ അർജുൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ എന്നോട് അങ്ങനെ പറഞ്ഞ? അങ്ങനെ പല സംശയങ്ങളും കാര്യങ്ങളും ആയിരുന്നു. അതുകൊണ്ട് നീ എന്താ വിചാരിച്ചു വെച്ചെന്ന് എനിക്കറിയില്ലല്ലോ. തന്റെ ബൈക്ക് നിന്ന് തരാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പക്ഷെ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ആ ദിവസങ്ങളിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഒരു കാര്യം മനസ്സിലായി, റോയ് അവൻ നിങ്ങളുടെ കയ്യിലാന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ ബാക്കിയുള്ളതും കൂടി എനിക്ക് കൺഫേം ആണല്ലോ, എന്തൊക്കെയോ ഇതിന്റെ പിന്നിൽ കളിയുണ്ടെന്ന്. പരമാവധി ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത്ര അഭിനയിച്ചു നിന്നു. അന്ന് താൻ
അർജുൻ പുറത്തു വന്നു എന്ന് പറഞ്ഞപ്പോ ആദ്യം ഒന്ന് ഷോക്കായെങ്കിലും പിന്നെ എനിക്ക് മനസ്സിലായി തന്റെ ഡ്രാമ. അതിനനുസരിച്ച് ഞാനും നിൽക്കാൻ തീരുമാനിച്ചു. പിന്നെ അർജുൻ വരുന്നു, കാണുന്നു, ഞാൻ കരയുന്നു. അറിയാണ്ട് തന്നെ ഞങ്ങളെ ഫോട്ടോ അർജുന്റെ ഫോണിലേക്ക് വരുന്നു. അപ്പോഴൊക്കെ താൻ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. അർജുന്റെ കയ്യിൽ എങ്ങനെ എഡ്വിന്റെ ഫോൺ വരും? വാവ്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? അന്ന് അപ്പൊ എനിക്ക് ഒരുപാട് ചിരി വന്നതാ, പിടിച്ചു നിന്നതാ ഞാൻ. തനിക്കറിയില്ല എന്റെ ആക്ടിങ്. അന്നത്തെ എന്റെ ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയല്ലായിരുന്നു. പിന്നെ താൻ എങ്ങനെ ഗുഡ് ബൈ പറഞ്ഞു, അർജുൻ ഇനി ഇല്ലാന്നൊക്കെ പറഞ്ഞു പോയപ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇനി എന്താണ് നിങ്ങളുടെ പ്ലാനിങ്? ഒന്നും അറിയാൻ പാടില്ലല്ലോ. നിങ്ങളുടെ ആളുകളൊക്കെ എന്നെ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഒരു വഴിയില്ലാണ്ട് ഞാൻ എങ്ങനെ നടന്നു പോകുമ്പോഴാ ഒരു കോൾ. ഇനി ഞാൻ എന്ത് ചെയ്യും? അതുകൂടി പറ. പപ്പക്കും മമ്മിക്കും എന്നെ വേണ്ട. ഇപ്പൊ അർജുനും എന്നെ വേണ്ട. എന്നെ അങ്ങ് എടുത്തൂടെ? എനിക്ക് ജീവിക്കണ്ട. എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നെ? എന്നെ കൊന്നു കളഞ്ഞൂടെ? ഞാൻ എന്ത് ചെയ്യും? എനിക്കറിയില്ല. എനിക്ക് ജീവിക്കണ്ട. എനിക്കിനി ജീവിക്കണ്ട. ഞാൻ തോറ്റുപോയി എന്റെ ജീവിതത്തിൽ. ഹലോ റോയ്, എടാ കേൾക്കുന്നുണ്ടോ? നീ ഇത് എവിടായിരുന്നു ഇത്ര ദിവസം? ചിനു, എനിക്ക് അതൊന്നും അറിയില്ല. ആരോ എന്നെ പിടിച്ചുകൊണ്ട് പോയതാ. ഇപ്പൊ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് വരുക. എൻ്റെ ഫോണൊന്നും എൻ്റെ കയ്യിലല്ലായിരുന്നു. അതാ ഞാൻ കോണ്ടാക്ട് ചെയ്യായിരുന്നേ. ഞാനിപ്പോൾ വിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് അവൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെയാ. അവൻ പഠിച്ചത് ബാംഗ്ലൂരിലാ. നീ പഠിച്ച അതേ കോളേജിലാ. അതെനിക്ക് അറിയാടാ. ഞാൻ 2 ദിവസം മുന്നേ അതറിഞ്ഞു. അപ്പൊ തന്നെ നിനക്ക് വിളിച്ചതാ, കിട്ടിയില്ല. പിന്നെ എനിക്ക് അന്നേ തോന്നിയതാ നിനക്കെന്തോ പറ്റിയിട്ടുണ്ടെന്ന്. നിന്റെ ഈ അവസ്ഥക്ക് പിന്നിൽ ആരാന്ന് എനിക്കറിയാം. ഇപ്പൊ ഏകദേശമൊക്കെ എനിക്ക് മനസ്സിലായി. നിന്നെ പെട്ടെന്ന് അവര് വിട്ടയച്ചു അല്ലേ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫോൺ എൻ്റെ മുന്നിലുണ്ട്. എൻ്റെ 2 കൈയും കെട്ടയച്ചു വിട്ടിട്ടുണ്ട്. ഞാൻ വേറൊന്നും നോക്കില്ല. അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോന്നേ. അപ്പോഴാ നിന്നെ വിളിക്കണം, ഇന്നല്ലേ നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, അതൊക്കെ ആലോചിച്ച് ഇപ്പൊ തന്നെ വിളിച്ചതാ. പിന്നെ എന്താടാ പറ. അത് അവൻ അവിടെ തന്നെ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് ഉറപ്പിക്കാം അവൻ തന്നെയാ തൻ്റെ അർജുനെന്ന്. പക്ഷേ എടാ, അവനൊരു പാസ്റ്റ് ഉണ്ട്. അത് ഞാൻ എങ്ങനെയാ നിന്നോട് പറയാ? അതെന്താ നീ പറ. ഹലോ ഹലോ ഹലോ, ഷീറ്റ്, കോൾ കട്ടായല്ലോ. ഒന്നുകൂടെ അവിടെ വിളിച്ചോക്കാം. സ്വിച്ച് ഓഫ്. മിക്കവാറും ചാർജ് കഴിഞ്ഞതാവും. എന്തായാലും അതെങ്ങനെയും അറിയണം. നാളെ അവനെ ചെന്ന് കാണാം. ഇനിയിപ്പോ എന്തായാലും വേണ്ടത് ഇതല്ല, എന്റെ അർജുന്റെ അടുത്തോട്ട് പോവാം. ഇത്രയൊക്കെ മതി. ഈ കളി അവസാനിപ്പിക്കേണ്ട സമയമായി. ശരിയാക്കി തരാം. അങ്ങനെയാ ഞാൻ തന്റെ അടുത്തോട്ട് വന്ന്. ഇനി പറഞ്ഞ് ആരാ ബെറ്റില് ജയിച്ചേ? അപ്പൊ ഇത്ര ദിവസം എന്റെ മുന്നിൽ കളിക്കുമായിരുന്നു അല്ലേ? മിണ്ടരുത്. താൻ എന്താടോ വിചാരിച്ചേ? എന്റെ മുന്നിൽ ഇത്രയും കാലം അഭിനയിച്ചപ്പോ താനോ? താൻ വലിയ പുണ്യാളനോ? മിണ്ടിപ്പോകരുത്, എന്നെ കൊണ്ട് പറയിക്കരുത്. കുറച്ചു മുന്നേ പറഞ്ഞല്ലോ അർജുനാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ തന്റെ കൂടെ സന്തോഷത്തോടെ സുഖിച്ചു ജീവിക്കാൻ കാത്തിരിക്കുകയാണെന്ന്. അവിടെയും തനിക്ക് തെറ്റി. താൻ പൊട്ടനാണോ? ഇത്രയൊക്കെ താൻ കാണിച്ചു കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു കരുതുന്നുണ്ടോ? എനിക്കറിയാം തനിക്ക് എന്നോട് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന്. പക്ഷെ അതെന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. കണ്ടുപിടിച്ചോളാം. അതിന്റെ സമയമാകുമ്പോ കർത്താവിനെ എനിക്ക് കാണിച്ചു തന്നോളും, അല്ലെങ്കിൽ താൻ തന്നെ പറഞ്ഞോളും. ഇതിന്റെ ഇടയില് വേറൊരു കാര്യം ഞാൻ അറിഞ്ഞു. എന്റെ ഫീലിങ്സ് വെച്ച് കളിക്കുമായിരുന്നു അല്ലേ?
എന്നെ മെന്റലി ഡൗൺ ആക്കാനുള്ള പരിപാടിയായിരുന്നു അല്ലേ? അതെങ്ങനെ അറിഞ്ഞുന്നാവും അല്ലേ? അറിയാം, പേടിക്കണ്ട. അത് ഞാൻ കുറെ മുന്നൊന്നും അറിഞ്ഞിട്ടില്ല, അതെ കുറച്ചു മുന്നേ അറിഞ്ഞിട്ടുള്ളൂ. എന്തായാലും അറിഞ്ഞത് നന്നായി. എനിക്ക് കുറച്ചും കൂടി തന്നെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. നേരത്തെ ആന്റി അങ്കിളെയും കണ്ടിട്ട് വരാന്ന് പറഞ്ഞില്ലേ, അപ്പോഴാ. മോള് കിടക്കാൻ പോവാണോ? ആന്റി, ഞാൻ ആന്റിനെ കാണാൻ നിൽക്കുമായിരുന്നു. നാളെ നിങ്ങളൊക്കെ പോവല്ലേ? അപ്പാപ്പൻ കുറച്ചു മുന്നേ പറഞ്ഞു. അപ്പോ ഇനി ആ സമയം കാണാൻ പറ്റില്ലെങ്കിലോ കരുത്തിട്ടാ ഇപ്പൊ വന്ന്. ഞാനും മോളെ കാണാൻ വേണ്ടി വരുവാ. ഇപ്പൊ ഈ പാർട്ടി ഇതൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടാവുമല്ലോ. നാളെ ഇട്ട് കാണാനും പറ്റില്ല. ഇനി എന്നാ വരാന്നും പറയാൻ പറ്റത്തില്ല. ആണോ? അപ്പൊ ഇനി അടുത്തൊന്നും നിങ്ങൾ ആരും ഇങ്ങോട്ട് വരില്ലേ? അറിഞ്ഞൂടെ മോളെ, അപ്പാപ്പന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോ കറക്റ്റ് ടൈമില് ഡോക്ടറെ കാണണം, ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാ പോകുന്നത്. ഇനി അതിനനുസരിച്ചൊക്കെ വരാൻ പറ്റുള്ളൂ. പിന്നെ മോളോടൊരു കാര്യം കൂടി പറയാനാ ഇപ്പൊ തന്നെ കാണാമെന്ന്. എന്ത് കാര്യ ആന്റി പറ. അത് മോളെ, ആന്റി പറയുന്നത് കൊണ്ട് ദേഷ്യമൊന്നും വെക്കല്ലേ. ആരെ ഈ അർജുനെന്നൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം ഉറപ്പാ, മോള് ഒരുപാട് ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളാണ്. അവനില്ലാണ്ട് മോൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നും എനിക്കറിയാം. പക്ഷെ ആന്റി അറിഞ്ഞുകൊണ്ടാണേലും ഒരു തെറ്റ് ചെയ്തു. മോളെ, ഈ റെക്സി അവൻ നിന്നെ ശരിക്കും സ്നേഹിക്കുന്നൊന്നുമില്ല. പിന്നെ അവൻ നിന്റെ അടുത്ത് ഇത്രയും കാലം പെരുമാറിയ സോഫ്റ്റ്നെസ് ഒക്കെ അവൻ്റെ വെറും അടവാ. ഇതിപ്പോഴേലും എനിക്ക് നിന്നോട് പറയണം തോന്നി. സത്യം പറഞ്ഞ നിന്റെ ഫീലിങ്സ് വെച്ച് അവൻ കളിക്കുമായിരുന്നു ഓരോ തവണയും. അതിന് ഞാനോ ജെനിമോളോ അങ്ങനെയൊക്കെ ഓരോരുത്തർ ഇരയായി. ഞങ്ങള് വഴി അവൻ പല കാരണങ്ങളും ഉണ്ടാക്കി മോളോട് ഫീലിങ്സ് വെച്ച് കളിക്കാൻ വന്നു. മോൾക്ക് ഓർമ്മയുണ്ടോ, അന്ന് ഞാനും അപ്പാപ്പനും അവിടെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മോളോട് കുറച്ച് ക്ലോസ് ആയി പെരുമാറിയത്? അത് അവൻ പറഞ്ഞിട്ടാ ഞാൻ അപ്പാപ്പനെ കൊണ്ട് അവിടെ വന്നേ. പിന്നെ അതുപോലെ എനിക്ക് തേക്കാൻ ബാമ്പെടുക്കാൻ വേണ്ടി പോവാൻ പറഞ്ഞില്ലേ, അതും അവർ വെൽ പ്ലാൻ ചെയ്തതായിരുന്നു. ജെനിമോക്ക് ഇതറിയാം. പക്ഷെ ജെനിമോള് അവൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ജെനിമോക്ക് അവനോടൊരു ഇഷ്ടമുണ്ട്, അതുകൊണ്ടാ. പിന്നെ ഞങ്ങളെയൊക്കെ അവൻ്റെ വരുതിയിലാക്കി വെച്ചേക്കുക. വേറെ വഴിയില്ലല്ലോ, പേടിച്ചല്ലേ പറ്റൂ. മോക്ക് എന്നോടൊന്നും തോന്നല്ലേ. ഞാൻ പോകുന്നതിന് മുന്നേ അല്ലേ ഞാൻ അറിഞ്ഞ നിനക്ക് അർജുൻ എന്നൊരാള് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. മോളെ ഫ്യൂച്ചർ ഇനിയും അവൻ ഫീലിങ്സ് വെച്ച് കളിച്ചാൽ ഞങ്ങളാരും ഇവിടെ ഇല്ലെങ്കിലും അതൊരു വിഷമാ. അപ്പോൾ എല്ലാം പറയാന്ന് കരുതി. അപ്പോ ഇത്രയും ദിവസം അയാള് നല്ല പ്ലാനിങ്ങോടുകൂടി എന്നെ ഇട്ട് മണ്ടിയാക്കുമായിരുന്നു അല്ല ആന്റി? മോളെ, എനിക്കറിയാം നിനക്ക് ഒത്തിരി വിഷമമുണ്ടെന്ന്. ഇപ്പോഴേലും ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ മോളെ, നീ ഇതൊന്നും ഞാനാ നിന്നോട് പറഞ്ഞെന്ന് അവനോട് പറയില്ലേ. അവൻ എന്നെ കൊന്നു കളയും. പ്ലീസ് മോളെ. ഇല്ല ആന്റി, ആന്റി വിഷമിക്കണ്ട. ഇനി ഇത് അയാൾ അറിഞ്ഞാലും ആന്റീനെ തൊടാൻ പോലും ഞാൻ സമ്മതിക്കില്ല. ആന്റി വിഷമിക്കണ്ട. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഇപ്പോഴേലും പറഞ്ഞതെന്തായാലും നന്നായി. എനിക്കെല്ലാം അറിയാൻ പറ്റിയല്ലോ. അല്ലെങ്കിൽ ഇതൊന്നും അറിയാതെ എന്നാ ഞാൻ പോട്ടെ ആന്റി. ഇനി തിരിച്ചു വരുമ്പോ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോളെ. പോയി. സമാധാനം. ഒരുപാട് സന്തോഷായി. എന്റെ മോക്ക് കിട്ടാത്തതൊന്നും നിനക്കും കിട്ടണ്ട. തന്റെ അർജുനെ കിട്ടിയില്ലല്ലോ. ഇനി ഇവിടെ ഇവനോട് കുറച്ച് ഫീലിങ്സ് ഉള്ളതല്ലേ, അത് വെച്ച് ഇവിടെ സന്തോഷത്തോടെ മെല്ലെ മെല്ലെ സുഖിച്ച് പോവാന്ന് കരുതിയെങ്കിൽ തെറ്റി. അതുകൊണ്ട് തന്നെയാ ഇങ്ങനൊരു തീ കോരി ഒഴിച്ചിട്ട് ഞാൻ. അതെന്തായാലും വർക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി എങ്ങനെ പരസ്പരം നിങ്ങൾ സ്നേഹിച്ച് ജീവിക്കും? എന്തായാലും അതുണ്ടാവാൻ പോകുന്നില്ല, അതെനിക്കറിയാം. പക്ഷെ നിന്റെ മനസ്സിലെങ്ങാനും അവനോട് ഇച്ചിരിയെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് ഇതോടുകൂടി പോയി കാണുമല്ലോ. ഇനി അവനെങ്ങാനും റിയലായിട്ട് ഫീലിങ്സ് കൊണ്ട് വന്നാലും നീ ഇനി അത് വിശ്വസിക്കാനും പോണില്ല. എന്തായാലും കൊള്ളാം. കുറച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിരിക്കും.
അല്ലെങ്കിൽ ഞാൻ പിരിച്ചിരിക്കും. എന്നിട്ട് വേണം എൻ്റെ ജെനിമോളെ അവിടോട്ട് കൊണ്ടുവരാൻ. നോക്കിക്കോ, എല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. അങ്ങനെ അത്ര പെട്ടെന്നെല്ലാം വിട്ടുകളയാൻ എനിക്ക് ഒരുക്കമല്ല. ആന്റി കൂടി അങ്ങനെ പറഞ്ഞപ്പോ ഒരു കാര്യം എനിക്ക് ഉറപ്പായി. തന്റെ കൂടെ സന്തോഷത്തോടൊരു ജീവിതം എനിക്ക് കിട്ടാൻ പോകുന്നില്ല. അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇനി പറ, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ആക്ടിങ്? എനിക്ക് ഇത് വെച്ച് ഇനിയും ആക്ട് ചെയ്ത് പോവായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് തന്നെ അങ്ങനെ ആക്ടിങ് ചെയ്ത് ഇനിയും പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പോവാ, തുറന്നടിച്ച് പോവാ. ആ ഒരു ടൈപ്പാ ഞാൻ. എന്താണ് മിസ്റ്റർ, ഒന്നും പറയാനില്ലേ? എല്ലാം കെടുക്കിളി പോയോ? സാരമില്ല. പിന്നെ ഇനി പറ, ഇനി ആരാ ഈ ബെറ്റില് ജയിച്ചേ? നീ ഇനി എന്തൊക്കെ പറഞ്ഞാലോ നിന്റെ മുന്നിൽ ഞാൻ തോറ്റു തരില്ല പൂജ. ബെറ്റ് ആര് ജയിച്ചോ ഇല്ലയോ അതല്ല വിഷയം. നിന്നിൽ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. ആ കോൺട്രാക്ട് നീ മുന്നേ സൈൻ ചെയ്തതാ, ഓർമ്മയുണ്ടോ? നിനക്ക് പോലും നിന്നിൽ അവകാശമില്ല. എന്നിട്ടാ? എനിക്ക് അതും ഒരു വിഷയമല്ല. ബെറ്റ് ആര് ജയിച്ചോ ഇല്ല, ഞാൻ കണ്ടെത്തിയത് ഒരാളെ തന്നെയല്ലേ, അത് മതി എനിക്ക്. പിന്നെ തന്റെ കണ്ടീഷൻ, കോൺട്രാക്ട്, അതിനിപ്പോ എന്താ? ഞാനിപ്പോ തന്റെ ഭാര്യയാ, എനിക്കൊരു ചുക്കുമില്ല. വല്ലാണ്ട് ഓവർ സ്മാർട്ട് ആവരുത്. അതെന്താടാ ഇച്ചായ? മിസ്സിസ് റോവാനാവുമ്പോ കുറച്ച് ഓവർ ആവണ്ടേ? എന്നാലല്ലേ എല്ലാരും ശ്രദ്ധിക്കൂ. പൂജ, സൂക്ഷിച്ചു കളിച്ചോ. എന്തായാലും നീ ഓപ്പൺ ആയിട്ട് പറഞ്ഞതൊക്കെ നല്ലതാ. നീ കളിക്കുന്നത് ആരോടാന്നറിയോ? അർജുനോടല്ല. ഇത് പഴയ അർജുനല്ല, എഡ്വിനാ, എഡ്വിൻ. ഓ അറിയാവേ. പിന്നെ ഇച്ചായ, ഒരു കാര്യം ഞാൻ അങ്ങോട്ടും അറിയിക്കട്ടെ. ഞാനും പഴയ പൂജയല്ല കരഞ്ഞോണ്ടിരിക്കുന്നേ. ഞാനേ മിസ്സിസ് എഡ്വിന. അപ്പോ എഡ്വിയുടേതായിട്ടുള്ള എല്ലാതും എന്റെ കയ്യിലും ഉണ്ടാവും. ഓക്കെ? അങ്ങനെ ഇങ്ങ് പോയാലോ? ഇത്രയും വായിട്ടരച്ചല്ലേ. ഞാൻ ആരാണെന്ന് ഞാൻ കാണിച്ചു തരണ്ടേ? അല്ലെങ്കിൽ മോശ ഇന്ന് വാടി. എന്നെ വിടാനല്ല ഞാൻ പറഞ്ഞു. എന്റെ അടുത്തോട്ടെങ്ങാനും വന്ന ഞാൻ കൊന്നു കളയും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്നെ ഇഷ്ടമല്ലാത്ത ഒരാളെ എന്നെ തൊടുന്ന എനിക്കിഷ്ടല്ല. എന്റെ ദേഹത്ത് കൈയെടുത്തോ? എടുക്കാനാ ഞാൻ പറഞ്ഞേ. എന്നെ വിടാൻ. എന്താ പറഞ്ഞേ? ആണോ? എനിക്കും അതന്നെയാ വേണ്ടേ. നിനക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യാനാ എനിക്കും ഇഷ്ടം. അപ്പോ ഇതിനെന്നെ ചെയ്യാം അല്ലേ? ഇങ്ങ് വാടി. അടങ്ങി നിക്ക് മോളെ. എന്റെ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷിയുണ്ടോ നിനക്ക്? നിങ്ങളെന്നെ എന്ത് ചെയ്യുന്നത് എനിക്കിഷ്ടം. പക്ഷെ പൂർണ്ണ മനസ്സോടെ, ഇഷ്ടത്തോടു കൂടി മാത്രം. അതല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞ പോലെ എനിക്ക് ഇയാളുടെ അത്ര കരുത്ത് കാണില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ? എങ്ങോട്ടേക്കാ? എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു പോവാന്ന് കരുതിയോ?
ഇംപോസിബിൾ. എന്താ ഇച്ചായി പറയുന്നത്? എന്റെ ഇച്ചായൻ എന്നെ സ്നേഹിക്കാൻ തീരുമാനിക്കുമ്പോ ഞാൻ എങ്ങനെ അത് വേണ്ടാന്ന് വെക്കും? ഞാൻ സഹകരിച്ചില്ലെങ്കിലേ അതൊരു റേപ്പായി പോകും. സ്വന്തം ഹസ്ബൻഡ് റേപ്പ് ചെയ്തെന്നുള്ള പേരുദോഷം കേൾപ്പിക്കണ്ടല്ലോ. അതുകൊണ്ട് സന്തോഷത്തോടെ ഒന്ന് സഹകരിക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാ, തുടങ്ങുമല്ലേ? ഇത്ര നേരം ഇച്ചാൻ എന്നെ സ്നേഹിച്ചില്ലേ, ഇനി ഞാൻ അങ്ങോട്ട് കുറച്ച് സ്നേഹിക്കാം. ഓക്കെ? ഏയ്, താൻ എന്തിനുള്ള പുറപ്പാടാ? ഒന്ന് പോയേ. നിനക്കെന്നെ ശരിക്കറി. ചിന്നു, ഇത് വേണ്ട, ഇത് വേണ്ടെന്നാ ഞാൻ പറയുന്നേ. ചിന്നു, എന്താടോ ഇച്ചായ, ഞാനൊന്ന് തൊട്ടപ്പോഴേക്കും കൺട്രോള് പോയോ? അതാണോ വേണ്ടെന്നൊക്കെ പറയണേ? എന്റെ കൺട്രോള് പോവാനോ? നെവർ. നിന്നെ പോലെ ഒരു പെണ്ണ് വന്ന് തൊട്ടാലോ എന്തെങ്കിലും ഷോ കാണിച്ചാലോ പോകുന്നതല്ല എന്റെ കൺട്രോൾ. വാവ്, കോൺഫിഡൻസ് ഒക്കെ കൊള്ളാം. പക്ഷെ ഈ പറഞ്ഞത് എന്നെ അപമാനിച്ചതിന് തുല്യ. അപ്പോ അതങ്ങ് മാറ്റിയെടുക്കണ്ടേ? ശരിയാക്കി തരാം. ഏയ്, നീ ഇതെന്താ കാണിക്കുന്നേ? കളിക്കാൻ നിക്കല്ലേ പൂജ. വേണ്ട, മിണ്ടരുത്. എന്നെ വേണ്ടാന്നാ അപമാനിച്ചത് പറഞ്ഞേ ആരാണെന്ന് പൂജ. കാണിച്ചു കേട്ടാ. നിങ്ങൾക്ക് എന്റെ അടുത്ത് ഫീലിങ്സ് പൂജ, വരില്ല, വേണ്ട. കൺട്രോള് പോയില്ല അല്ലേ? ശരിയാക്കി തരാം. പൂജ, ഇത് വേണ്ട. ചിന്നു, ഇത് വേണ്ട. ചിന്നു, നോ നോ നോ. എങ്ങോട്ടാ? അവിടെ അടക്കി വെക്ക്. എന്താ കൺട്രോള് പോകുന്നുണ്ടോ? സമ്മതിക്കില്ല എന്നെ തൊടാൻ. ഇപ്പൊ എന്റെ ഊയ. കർത്താവേ, ഇവിടത്തെ എന്തിനുള്ള പുറപ്പാടാ? ചിന്നു, ഇത് വേണ്ട. വേണ്ട. അത് നിങ്ങൾ പറഞ്ഞാ മതി. നേരത്തെ നിങ്ങൾക്ക് ഇതല്ലായിരുന്നു വേണ്ട. ഇപ്പൊ എന്താ പറ്റി? കൺട്രോള് പോയോ? ചിന്നു, വേണ്ട. മാറി നിക്ക്. എന്താണ് നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം എന്താന്ന് നിങ്ങൾക്കറിയില്ലേ? എന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. എന്റെ ഈശോയെ, എനിക്കിനിയും കൺട്രോൾ ചെയ്ത് നിൽക്കാൻ കഴിയില്ല. അവളുടെ ആ ചുണ്ട്. Oh God, I can't control. പറ്റില്ല, ഇനിയും പറ്റില്ല എനിക്ക്. എന്താ നീ ചെയ്തേ? ഇനി പറ, മോന്റെ കൺട്രോള് പോയോ? അത് പറഞ്ഞിട്ട് ഇനി ബാക്കി കണ്ടിന്യൂ. എന്താണ് മുഖമൊക്കെ ചുവന്നിരിക്കുന്നു? ദേഷ്യം വരുന്നുണ്ടോ? അത് ശരി, ഇയാളല്ലേ പറഞ്ഞേ കൺട്രോള് പോയില്ലാന്ന്. എന്നിട്ടിപ്പോ ഇവിടെ ഇരുന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ ആരാ? ഇത്രയേ ഉള്ളൂ, ഒരു പെണ്ണ് വിചാരിച്ചാ മതി. നിങ്ങള് ആണുങ്ങൾക്കൊരു വിചാരമുണ്ട്, ആണുങ്ങൾക്ക് മാത്രമേ കൺട്രോൾ കളയാൻ പറ്റുള്ളൂ എന്ന്. ഇപ്പോഴോ? ഇപ്പൊ ഒരു പെണ്ണിനും ആണിനെ വരുതിയിൽ വരുത്താം. ഓക്കെ? നിന്നെ ഞാൻ എടുത്തോളാടി. നിനക്കുള്ളത് ഞാൻ തന്നിരിക്കും. ഓ, അതിനെന്താ, ഞാനിവിടെ
ഞാനേ എവിടെയും പോവില്ല, വെയിറ്റിംഗ് ആട്ടോ. അല്ല, എങ്ങോട്ടേക്കാ? പോയോ? ആ പോട്ടെ. ഹാ, എന്റെ മോനെ എടുപ്പിച്ചായോ? ഇങ്ങ് വാ. ഇയാളെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ വരുതിക്ക് ഞാൻ വരുത്തും.